വടക്കുംനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് വിജയം എൻഡിഎക്ക് മൂന്നാം സ്ഥാനത്ത് UDF എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ FB പോസ്റ്റ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ വാക്കുകൾ BJP പ്രവർത്തകർ വെല്ലുവിളിയായി ഏറ്റെടുത്തുവെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. സന്ദീപ് മുൻപ് നടത്തിയ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അത്തരം പ്രസ്താവനകൾ കോൺഗ്രസിന് തിരിച്ചടിയായി. അത് കോൺഗ്രസിനുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചുവെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഏറ്റെടുത്തു. കാരണം ഈ തുടക്കത്തിൽ കസേരയെല്ലാം പറഞ്ഞൊരു സഹതാപത്തിന് ശ്രമിച്ചുവെങ്കിലും പിന്നീടുള്ള ഓരോ അദ്ദേഹത്തിന്റെ കമന്റുകളും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു. അത് വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാക്കിയിട്ടുണ്ട്. അവസാന ദിവസങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, നേരത്തെ സന്ദീപ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാം പ്രചരിച്ചതെല്ലാം കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ അതൃപ്തി ഉണ്ടാക്കി. UDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടിൽ കുറെ വോട്ടുകൾ തവണ ചോർന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു ദുശകുനായിട്ട് അത് മാറിയെന്നാണ്. പാലക്കാട്ടുകാരനായ ശ്രീ തുടരുന്നുണ്ട്. ശ്രീത്ത് പാലക്കാട്ടുകാരനായ പ്രധാന നേതാവ്, സംസ്ഥാന സമിതി അംഗം, പാർട്ടിയുടെ വക്താവായിരുന്ന സന്ദീപ് വാര്യരുടെ മറുകണ്ഠം ചാട്ടം അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന അവകാശവാദം സന്ദീപും കോൺഗ്രസും ഒക്കെ BJPക്കെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണോ? ഈ സന്ദീപിന്റെ ഒരു ചാട്ടം കോൺഗ്രസിന് ബുമറാങ് ആകുമെന്നും BJPക്ക് സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യും എന്നുള്ള കണക്കുകൂട്ടൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പോലും അത് പറയുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ആത്മവിശ്വാസം അത് എങ്ങനെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനെ വിലയിരുത്താനാവുക? രഞ്ജിത്ത്, തീർച്ചയായും അതിലൊരു പരിധി വരെ സംഭവിച്ചിട്ടുള്ളത് ഈ സന്ദീപിന്റെ ഓപ്പറേഷൻ ഹസ്ത നടക്കുന്ന ആ ദിവസം സന്ദീപ് കൊണ്ടുപോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ് നടത്തിയ സമീപകാലത്തെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കായൊക്കെ അതിനെ വിശേഷിപ്പിക്കപ്പെട്ട് വലിയ വാർത്തയാകുകയും ചെയ്തു. ഈ വലിയ വാർത്തകളും ചർച്ചകളും ഫലത്തിൽ വേദനിപ്പിച്ചത് BJP പ്രവർത്തകരെയാണ്. അതിനു മുൻപ് തന്നെ സന്ദീപ്, അതായത് RSS പോയി ചർച്ച നടത്തിയ സന്ദീപ് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഒരു ഫീല് വന്നതോടുകൂടി തന്നെ സന്ദീപിനെ പ്രവർത്തകർ തള്ളിപ്പറയാൻ തുടങ്ങിയിരുന്നു. അതായത് ഒരു പരിധിവരെ സുരേന്ദ്രൻ കാരണമാണ് സന്ദീപ് പോകുന്നത് എന്നുള്ളതായിരുന്നു, സന്ദീപിന് പരിഗണന കിട്ടിയില്ല എന്നുള്ളതായിരുന്നു ആദ്യ ദിവസങ്ങളിലെ ചർച്ച. പിന്നീട് സന്ദീപിന് കമന്റ് ബോക്സ് തന്നെ പൂട്ടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പ്രവർത്തകർ പതുക്കെ ഇപ്പുറത്തേക്ക് BJPയിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. സന്ദീപ് അനുകൂല വികാരങ്ങൾ കുറഞ്ഞു വരുന്നു BJPയിൽ എന്നുള്ളതാണ് പിന്നെ കണ്ടത്. പക്ഷേ പിന്നീട് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതോടുകൂടി ഫലത്തിൽ പ്രസ്ഥാനത്തെ ചതിക്കുകയായിരുന്നു സന്ദീപ് ചെയ്തത് എന്നുള്ളതാണ് പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടായ വലിയൊരു വികാരം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ, പാർട്ടിയെ, പ്രസ്ഥാനത്തെ എല്ലാം ചതിച്ച സന്ദീപിനൊപ്പം ഒരു തരത്തിലും നിൽക്കാൻ കഴിയില്ല എന്നൊരു വികാരത്തിലേക്ക് അവർ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ നിസ്സംഗരായി നിന്ന പല നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ സന്ദീപ് കാണിച്ച ഈ ചതിയിൽ അവർ വൈകാരികമായി പ്രവർത്തനത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന കാഴ്ച കണ്ടു. അത് BJP ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് അത് കൊടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാലക്കാട് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സന്ദീപിനും കോൺഗ്രസിനും. ഫലത്തിൽ കോൺഗ്രസ് ആണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയത്. കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺഗ്രസിന് ഒരു തിരിച്ചടി നൽകാൻ, സന്ദീപിനും തിരിച്ചടി കിട്ടാൻ ഇവിടെ BJP ജയിക്കണമെന്ന വികാരത്തിലേക്ക് അവരെത്തുകയും ചെയ്തു. അത് ഒരു പരിധിവരെ വലിയ രീതിയിൽ BJP പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം ഒരുമിപ്പിച്ച് നിർത്താൻ അവസാന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാരണമായി. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ ഒരു ആത്മവിശ്വാസം കൂടി BJPക്കുണ്ട്. സ്വാഭാവികമായും ആശങ്കകളുമുണ്ട്. ആശങ്കകളിലേക്ക് പോകണം. സ്ത്രീ തുടരും. നമുക്ക് കോൺഗ്രസ് ക്യാമ്പിലേക്ക് ഒന്ന് പോകണം. അതിന്റെ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഇവിടെ നമുക്കറിയാം ഈ പിരായിരിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗരമേഖലകളിലൊക്കെ പുറകിൽ നിന്ന ശേഷം പിരായിരിയിലെ ഭൂരിപക്ഷം കൊണ്ടാണ്, വോട്ടിംഗ് പാറ്റേൺ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേക്കപ്പ് ചെയ്യുകയും ഷാഫി ജയിക്കുന്ന സാഹചര്യത്തിലേക്കോ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇത്തവണയും അവിടെ വലിയ ഭൂരിപക്ഷം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം നഗരമേഖലയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത ആദ്യഘട്ടത്തിലൊക്കെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പാർട്ടി നേതാക്കൾ പൂർണ്ണമായും VD സതീശന്റെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതോടുകൂടി പാർട്ടി ഏതാണ്ട് ആദ്യഘട്ടത്തിലെ വിമത ശബ്ദങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഏതാണ്ട് ഐക്യത്തോടുകൂടി നമ്മൾ കോൺഗ്രസിനെ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. മുരളീധരന്റെ ചില വിമത ശബ്ദങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും. പക്ഷെ അപ്പോഴും ഈ കോൺഗ്രസ് ആത്മവിശ്വാസം പുലർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ പോളിംഗ് ദിവസം കഴിഞ്ഞപ്പോൾ ഏതൊക്കെ മേഖലകളിലെ ആധിപത്യത്തിലൂടെ ഒരു വിജയത്തിലേക്ക് എത്താനാകുമെന്നാണ് അവർ കരുതുന്നത്?
രഞ്ജിത്ത്, തീർച്ചയായും അതായത് ഇത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സെറ്റാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആ മേൽക്കൈ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. അവരുടെ ഈ പ്രതീക്ഷയ്ക്ക് കാരണമായ ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് 2006 വരെ ഇടതുമുന്നണി കൈവശം വെച്ചിരുന്ന പാലക്കാട് മണ്ഡലം 2011 തെരഞ്ഞെടുപ്പിലാണ് മാറുന്നത്. അന്ന് മണ്ഡല പുനർനിർണ്ണയം ഇവിടെ നടന്നു. അതോടുകൂടി കോൺഗ്രസിന്റെ സ്വാധീന മേഖലകൾ പാലക്കാട് മണ്ഡലത്തിലോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അന്ന് മുതൽ നിലനിൽക്കുന്ന രാഷ്ട്രീയമായ ഒരു മേൽക്കൈ അത് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. അതൊരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് മണ്ഡലത്തിന്റെ പൊതുവികാരം UDF-നൊപ്പമാണ് എന്നത് അവർ കരുതുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം പ്രവർത്തിച്ച ചില ഘടകങ്ങളുണ്ട് എന്നതാണ് UDF-ന്റെ പ്രതീക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണം. അതിലൊന്നായി അവർ കാണുന്നത് ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP വിജയിക്കുമെന്ന ഒരു സാധ്യത വരുമ്പോൾ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിക്കുക എന്ന പതിവ് ചിന്ത ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അതിനുമപ്പുറം ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കമുള്ള രാഷ്ട്രീയ നീക്കങ്ങളും പ്രസ്താവനകളും ന്യൂനപക്ഷ വോട്ടുകളെ കൂടുതൽ ഏകീകരിപ്പിക്കുന്നതിൽ ഇടവെച്ചു. അത് UDF-ന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സരിൻ എന്ന സ്ഥാനാർത്ഥിയാണ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. സരിന് ഇടതുപക്ഷ ക്യാമ്പിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകൾക്ക് ഉൾക്കൊള്ളാൻ സരിനെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സരിൻ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പൊതുവിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇടതുപക്ഷ വോട്ടുകളിൽ വലിയ തരത്തിലുള്ള ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് UDF-ലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവർ നിശബ്ദരാവുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ഫലത്തിൽ തങ്ങൾക്ക് നേട്ടമാകുമെന്ന് തന്നെ അവർ കരുതുന്നു. കണ്ണാടി പഞ്ചായത്തിലടക്കം പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരു കാരണമായി. കാരണം ഒരു LDF-ന്റെ ഒരു ശക്തി മേഖലയാണ് കണ്ണാടി പഞ്ചായത്ത്. സ്വാഭാവികമായും അവിടെ ആ പോളിംഗ് കുറഞ്ഞതൊക്കെ ആ തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് കാരണമായി UDF കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം, ഒപ്പം തന്നെ സ്ഥാനാർത്ഥിക്ക് പൊതു സ്വീകാര്യത അവിടെ ഇല്ലാതിരുന്നത്, ഈ രണ്ട് കാരണങ്ങളും തങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമുണ്ടാക്കി. മറ്റൊന്ന് സന്ദീപ് വാര്യരുടെ കടന്നുവരവാണ്. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഗുണം ചെയ്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ അത് BJP വോട്ടുകളുടെ ഭിന്നിക്കലിന് അപ്പുറത്തേക്ക് UDF-ന്റെ സംവിധാനങ്ങളും പൊതുസമൂഹത്തിലെ നിഷ്പക്ഷ വോട്ടുകളും ഒന്നുകൂടി UDF പക്ഷത്തേക്ക് ചേരാൻ ആ നീക്കങ്ങളൊക്കെ ഗുണപ്പെട്ടു എന്ന് UDF കണക്കെടുപ്പ് നടത്തുന്നു. അതിനൊടുവിലാണ് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന കണക്കിലേക്ക് അവർ വരുന്നത്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന സ്ഥാനാർത്ഥിക്ക് ഇത് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, ഈ കള്ളവോട്ട് ആരോപണം അടക്കമുള്ള വിവാദങ്ങളെല്ലാം UDF-നെതിരെയായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അത് വിപരീതമായ ഫലമുണ്ടാക്കി. അത് ഏറ്റവും അനുകൂല സാഹചര്യമുണ്ടാക്കി എന്ന് തന്നെ അവർ കരുതുന്നു. നഗരമേഖലകളിൽ പരമ്പരാഗതമായ BJP മേഖലകളിലും കോൺഗ്രസിന് കടന്നു കയറ്റാൻ ശ്രമിച്ചു എന്ന് അവർ കരുതുന്നു. നേരിയ ഭൂരിപക്ഷമാണ് നഗരമേഖലകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പിരായിരി അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ഭൂരിപക്ഷവും പ്രതീക്ഷിക്കുന്നു. കണ്ണാടി അടക്കമുള്ള CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തവണ നില മെച്ചപ്പെടുത്തുമെന്നും കോൺഗ്രസ് കരുതുന്നു. അങ്ങനെയാണ് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ, പിരായിരിയെ ഒരു വലിയ മജോറിറ്റി കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കും എന്ന കോൺഗ്രസിന്റെ കണക്കെടുപ്പിന്റെ കാരണവും അതുതന്നെയാണ്. എന്തായാലും ശുഭപ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. തങ്ങൾക്ക് എതിരായ ഘടകങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നമുക്കറിയാം, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലൊക്കെ വന്നതിന് ശേഷം സജിത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും സ്ട്രാറ്റജിക്കായി തന്നെ വിജയം കണ്ടിട്ടുണ്ട് UDF, കോൺഗ്രസ്. പ്രത്യേകിച്ച് VD സതീശന്റെ പല വിധത്തിലുള്ള ഇലക്ഷൻ തന്ത്രങ്ങളും വിജയിപ്പിക്കാനായിട്ടുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ, പല മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കണ്ടതാണ്. അതേ തരത്തിൽ തന്നെ VD സതീശൻ നേരിട്ട് പട നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. ഷാഫിയുടെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്കിൽ പോലും VD സതീശന്റെ നിയന്ത്രണത്തിലായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഈ മുരളീധരനൊക്കെ പല വിഷയങ്ങൾ നടത്തിയ എതിർപ്പുണ്ട്, ചില പ്രസ്താവനകളുണ്ട്. പ്രാദേശികമായി ചില ഘടകങ്ങൾ, പ്രാദേശികമായി ചില വിമത നീക്കങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ട്. അവർ പിന്നീട് സ്ഥാനാർത്ഥി പിൻവലിച്ച് LDF-ന് പിന്തുണയുമായി പോയി എങ്കിൽ പോലും പക്ഷേ സമാനതകളില്ലാത്ത ഒരു പോരാട്ടം കാഴ്ചവെച്ചു എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ അല്പം പിറകിൽ നിന്ന ശേഷം ഓടി മുന്നിൽ കയറിയ CPM-ന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രാഗൽഭ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് മുന്നണികളും തമ്മിൽ വലിയ ശക്തമായ മത്സരം നടക്കുന്ന ഒരു പശ്ചാത്തലം. മറ്റു സ്ഥലങ്ങളിലൊക്കെ BJP അപ്രസക്തമായിരുന്നു. അവിടെയാണ് ഇങ്ങനൊരു മത്സരം നടക്കുമ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികളും ഒരുപോലെ കരുത്തരാകുമ്പോൾ ഏതൊക്കെ മേഖലകളിലെ സ്വാധീനം അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലെ പ്രവർത്തനമാണ് തങ്ങൾക്ക് വിജയം കൊണ്ടെത്തിക്കുക എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. പ്രത്യേകിച്ച് നഗരമേഖലകളിലൊക്കെ BJP-യുടെ വലിയ ആധിപത്യമുള്ള ഒരു സ്ഥലമാണ് എന്നറിയാം. ഇവിടെ ഷാഫിയെ പോലെ ഒരു കരിസ്മയുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ പ്രതികൂലമായും കോൺഗ്രസിന് അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ.
രഞ്ജിത്ത്, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് വരത്തൻ സ്ഥാനാർത്ഥി എന്ന പ്രചരണം പോലും ഉണ്ടായിട്ടുണ്ട്. അതിനെ മറികടക്കാൻ എത്ര കണ്ട് രാഹുലിന് കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസിനെ അവരുടെ പ്രതീക്ഷയ്ക്ക് ഘടകമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഒന്ന്, പ്രാദേശികമായി ഉണ്ടാവുന്ന എതിർപ്പ്. അത് സരിനെ പോലെയുള്ളവർ ചിലർ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ സരിന് പിന്തുണ നൽകി UDFന്റെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നവരുണ്ട്, നിശബ്ദമായി തന്നെ പ്രതിഷേധം അറിയിച്ചവരുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാവുന്ന ഘടകങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാൻ അവസാന ഘട്ടത്തിൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് സരിൻ തുടക്കത്തിൽ നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിനെ അമ്പരപ്പിച്ചിരുന്നു. കാരണം ഈ പ്രാദേശികവാദം ശക്തമായി ഉന്നയിക്കുമ്പോൾ അത് വലിയ രീതിയിൽ പാലക്കാട് പ്രതിഫലിക്കില്ലേ എന്ന ചോദ്യം. കാരണം ഇവിടെ സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്ന മറ്റു മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും ഒക്കെയുണ്ട്. അവർക്കിടയിലേക്ക് ഇത്തരമൊരു വികാരം എടുത്തിടുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവില്ലേ, കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കില്ലേ എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെ പാച്ചപ്പ് ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് അവർ കരുതുന്ന കാര്യം. കാരണം മണ്ഡലത്തിന്റെ ഒരു പൊതുസ്ഥിതി അതാണ്. നേരത്തെ നമ്മൾ പരാമർശിക്കാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ വലിയ പ്രതിഫലനം ഉണ്ടായി എന്നതാണ് UDFന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. സ്വാഭാവികമായും ആ പ്രതിഫലനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണഭോക്താവായി UDF സ്ഥാനാർത്ഥി മാറും, UDF മാറും എന്ന് തന്നെ അവർ കരുതുന്നു. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയും ആ ഭരണമാറ്റം UDF നേതൃത്വത്തിന് അനുകൂലമായി മാറുമെന്ന ഒരു തരംഗം സൃഷ്ടിക്കുന്ന അത്തരം ചില ചർച്ചകൾക്ക് തുടക്കമിടുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം സമാന ദിവസങ്ങളിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളിലുമൊക്കെ ആ സർക്കാർ വിരുദ്ധ വികാരം ഇവിടെ വോട്ടായിട്ടുണ്ട്. ആ വോട്ട് UDFന് അനുകൂലമായിട്ടുണ്ട് എന്നതാണ് അവർ കരുതുന്ന കാര്യം. ബാക്കി എതിരായി നിന്ന ഘടകങ്ങളെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നതാണ് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം. പക്ഷേ അവസാന നിമിഷം കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ഘടകം മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായ ഒരു കടന്നാക്രമണമാണ്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ കടന്നുവരവ് അതിനെ വലിയ നേട്ടമായി UDF കരുതിയിരുന്നു. പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഇവിടെ തെരഞ്ഞെടുപ്പ് വേദികൾ നടത്തിയ പ്രസ്താവന, പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ നീക്കങ്ങൾ, ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ട്. പക്ഷേ അതുങ്ങളുടെ വലിയ നഷ്ടം, ഇനി അത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചാൽ പോലും വലിയ നഷ്ടം ഉണ്ടാക്കില്ല എന്നതാണ് കോൺഗ്രസിന്റെ കണക്കെടുപ്പ്. അവർക്ക് അനുകൂലവും പ്രതികൂലവുമാവുന്ന ഘടകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അനുകൂല ഘടകങ്ങൾക്ക് തന്നെയായിരുന്നു മേൽക്കൈ എന്നതാണ് കോൺഗ്രസിന്റെ കണക്കെടുപ്പ്. തീർച്ചയായും ശ്രീജിത്തിലേക്ക് കൂടി ഒന്ന് പോകണം. ശ്രീജിത്ത്,